അവർക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടല്ല, തീരെ സംസാരിക്കില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇതേപോലെ യൂട്യൂബിൽ കേട്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പൊ അതിനുശേഷം ആദ്യം 2 പ്രാവശ്യം കഴിഞ്ഞു, ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം നന്നായി സംസാരിക്കുന്നുണ്ട്. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് നമ്മുടെ തൂത വാഴങ്കട അല്ലെ, വാഴങ്കട ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഒരുപാട് പ്രത്യേകതകളും ഉണ്ട്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തതിന്റെ മാക്സിമം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാ ആളുകളിലേക്കും എത്തിക്കുക. അപ്പൊ ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പൊ അതുപോലെ ഈ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും ഒക്കെ എത്തട്ടെ. അപ്പൊ എല്ലാവരും ഇത് ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ. ഇതാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ വാഴയങ്കടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. കേരളത്തിലെ നരസിംഹമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചൈതന്യം കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും ഏതാണ്ട് മുൻനിരയിൽ തന്നെ നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് വാഴയങ്കട ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം. ഹിരണ്യ നിഗ്രഹം കഴിഞ്ഞ് ക്രോധാക്രാന്തനായി നിന്നിരുന്ന നരസിംഹത്തെ തന്റെ നിഷ്കളങ്കവും അചഞ്ചലവുമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ബാലനായ പ്രഹ്ലാദൻ ശാന്തസ്വരൂപനാക്കി. പ്രഹ്ലാദസ്തുതിയിൽ പ്രസാദിച്ച നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് സർവചരാചരങ്ങൾക്കും അനുഗ്രഹം ചൊരിഞ്ഞ് തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി. ദ്വാപരയുഗത്തിൽ ശ്രീരാമഭക്തനായ ശ്രീ ഹനുമാന് കദളിവനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ സംസാരശേഷി നഷ്ടപ്പെടുകയും ദേവർഷി നാരദന്റെ ഉപദേശപ്രകാരം മഹാവിഷ്ണുവിന്റെ അവതാരമായ നരസിംഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഉപാസിക്കുകയും തൽഫലമായി സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ പ്രതിഷ്ഠാ വിഗ്രഹം പിന്നീട് വാഴയങ്കട എന്ന സ്ഥലത്ത് ഒരു മഹർഷി വര്യന് ലഭിക്കുകയും അദ്ദേഹം അത് ഉപാസനാ വിഗ്രഹമായി ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ബാലനായ ഭക്തപ്രഹ്ലാദന്റെ സ്തുതി കൊണ്ട് ശാന്തരൂപം കൈവരിച്ച പ്രതിഷ്ഠാഭാവമാണ് വാഴയങ്കടയിലുള്ളത്. അതുകൊണ്ട് തന്നെ സൽസന്താന ലാഭത്തിനും മൂകതാ നിവാരണത്തിനും സംസാര വൈകല്യങ്ങൾക്കും ഇവിടുത്തെ നരസിംഹമൂർത്തിയെ ഉപാസിച്ച് ഫലസിദ്ധി കൈവരിച്ച ഭക്തർ ക്ഷേത്രത്തിലേക്ക് നരസിംഹ ഭഗവാന് വിവിധ വഴിപാടുകൾ സമർപ്പിച്ചു വരുന്നു. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി നിരവധി കുട്ടികൾ വിദ്യാരംഭത്തിൽ ഹരിശ്രീ കുറിക്കുന്നതിനായി നരസിംഹ സന്നിധിയിൽ എത്താറുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെ വിശേഷാൽ പരിപാടികളായി എടവമാസത്തിലെ അനിഴം നക്ഷത്രം പ്രതിഷ്ഠാ ദിനമായും തുലാമാസത്തിലെ തിരുവോണം നക്ഷത്രം ദേവന്റെ തിരുനാളായും ധനുമാസത്തിലെ തിരുവോണം മുതൽ 8 ദിവസം ക്ഷേത്രോത്സവമായും ഭക്തജനങ്ങൾ കൊണ്ടാടുന്നു. കേട്ടറിഞ്ഞിട്ട് വരികയാണ്. മണ്ണാർക്കാട് നിന്നാണ് വരുന്നത്. അപ്പോ എങ്ങനെയാ നോക്കട്ടെ. അമ്പലത്തിനെ കുറിച്ച് അറിഞ്ഞത് പറഞ്ഞ അടുത്തുള്ളവര് പറഞ്ഞിട്ട് ഇവിടെ വന്നവര് പറഞ്ഞിട്ടുള്ള ഒരു അറിവാണ് ഞങ്ങൾക്കുള്ളത്. അതാണ് യൂട്യൂബിലുണ്ട്. ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഞങ്ങള് ആദ്യമായിട്ട് വരികയാണ് ഇവിടെ. വന്നപ്പോ അന്തരീക്ഷമൊക്കെ നല്ലൊരു നാടൻ അന്തരീക്ഷമായിട്ടാണ് തോന്നിയത്. നല്ല ഭംഗിയുള്ള അതെ അതെ അതെപ്പോ ഞങ്ങള് പറഞ്ഞു കുളത്തിന്റെ അവിടെ എത്തിയപ്പോ ഇവിടെയൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നു. ഒരു മനസ്സിലേക്ക് ഒരു വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. എവിടെ സ്ഥലം? കവളമുക്കട്ട, നിലമ്പൂരടുത്ത്. നിലമ്പൂരിന്നാണ് അല്ലേ? ഇവിടെ ഇങ്ങനെ ആദ്യമായിട്ട് വരികയാണോ? 3ാമത്തെ പ്രാവശ്യമായിരുന്നു. എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവിടേക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടല്ല, തീരെ സംസാരിക്കില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇതേപോലെ യൂട്യൂബിൽ കേട്ടിട്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പൊ അതിനുശേഷം ആദ്യം 2 പ്രാവശ്യം കഴിഞ്ഞു, ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം നന്നായി സംസാരിക്കുന്നുണ്ട്. വിക്കുണ്ട്, ഇപ്പോഴും ചെറിയ വിക്കുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കില്ലായിരുന്നു ആദ്യം. ഇപ്പൊ എല്ലാ കാര്യവും സംസാരിക്കും. പറയണതിൽ കുറച്ച് വിക്കുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാ കാര്യവും സംസാരിക്കും. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അല്ലേ? അതുകൊണ്ടാണ് പിന്നെയും ഇവിടേക്ക് വരുന്നത്. 3ാമത്തെ പ്രാവശ്യം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ഇവിടെ വന്നൊരു അനുഭവം? നേരിട്ട് ബോധ്യപ്പെട്ടു അല്ലെ? അതുകൊണ്ട് പിന്നെയും വരാനുള്ള ഒരു ഇതാണ്. അറിയില്ലായിരുന്നു. 3 പ്രാവശ്യം വരണമെന്നൊന്നും അറിയില്ലായിരുന്നു.
ആദ്യമായിട്ട് വന്നു പോയി എന്ന് മാത്രമേ മാറ്റണ്ട് അല്ലേ? എത്ര വർഷമായി ഇവിടെ? ഞാൻ 28 വർഷം. പേര് മോഹനകൃഷ്ണൻ. അല്ലേ? ഇവിടുത്തെ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയും അമ്പലത്തിലെ? ഇവിടെ കുട്ടികൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്, സംസാരശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ, അതിനാണ് ഇവിടെ പ്രധാനം. ഒരുപാട് പേരാണ് വന്നിട്ട് സംസാരശേഷി ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ഏതാ വഴിപാട്? ഏതാ? തിരുനാവ് ചാർത്തല്, തിരുനാവ് ചാർത്തല് അല്ലേ? കദളിപ്പഴ നിവേദ്യം, അതല്ലേ? ഇത് രണ്ടുമാണ് പ്രധാനം. വീട് ആലിപ്പറമ്പ്. ആലിപ്പറമ്പ് അല്ലേ? ഇവിടെ എന്നും പൂജ ഉണ്ടോ? ഉണ്ട്. രാവിലെയും വൈകുന്നേരം? രാവിലെ വൈകുന്നേരം. രാവിലെ എത്ര മണിക്കാ തുറക്കുക? രാവിലെ 5:30. 5:30. എത്ര മണി വരെ? 9:30. വൈകുന്നേരം? വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ. 7 മണി വരെ അല്ലേ? നമസ്കാരം. പേര്? ജയപ്രകാശൻ. ജയപ്രകാശൻ. ഉത്സവാഷ്ട കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. പ്രസിഡന്റാണ് അല്ലേ? ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? 1400 കാലഘട്ടത്തിലാണ് എന്നാണ്, 14ാം നൂറ്റാണ്ടിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അതേമാതിരി ഏറ്റവും പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? അത് കദളിപ്പഴം നിവേദിക്കലാണ്. കുട്ടികളുടെ സംസാര വൈകല്യം നികത്തുന്നതിനും വിദ്യാഭിവൃദ്ധിക്ക് വേണ്ടി സാരസ്വത പുഷ്പാഞ്ജലി, സാരസ്വതകൃത നെയ്യ് നിവേദിച്ചു കൊടുക്കല്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ സന്താനവൃദ്ധിക്കാണെങ്കിൽ തൊട്ടിലും കുട്ടിയും ചാർത്തല്, തിരുനാവ് ചാർത്തല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ സംസാര വൈകല്യമൊക്കെ ഉള്ള ആൾക്കാരെ അവരുടെ സംസാര വൈകല്യമൊക്കെ മാറി നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ടുള്ള കഴിവ് സിദ്ധിച്ചതായിട്ട് ഒരുപാട് പേര് അനുഭവം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാ മതസ്ഥരും ഉണ്ട്. ഹിന്ദു മതത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഒട്ടുക്ക്, കേരള ഒട്ടുക്കും അതിന്റെ അപ്പുറത്തുള്ളവരും വന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്ഷേത്രം ഇവിടെ വരാനുള്ള ഒരു ഐതിഹ്യം ഉണ്ടാവുമല്ലോ. നമ്മള് കേട്ട കഥകളുണ്ടെങ്കിൽ പറഞ്ഞ കേട്ട കഥകളൊക്കെ ആയിരിക്കും കൂടുതൽ അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു ഐതിഹ്യം എന്താ അതിന്റെ? അതായത് ദ്വാപര യുഗത്തില് ഹനുമാൻ കദളി വനത്തിലെ ശ്രീരാമനെ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നപ്പോ പിന്നെ മഹർഷി നാരദന്റെ നിർദ്ദേശപ്രകാരം നരസിംഹ ഭഗവാനെ പ്രതിഷ്ഠിച്ച് കദളിപ്പഴം നിവേദിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. തുടർന്ന് അദ്ദേഹത്തിന് ഹനുമാൻ സംസാരശേഷി തിരിച്ചു ലഭിക്കുകയും മറ്റെല്ലാ കാര്യം, കലാ സാഹിത്യം എല്ലാ കാര്യങ്ങളിലും നല്ല ഉൽപ്പത്തി നേടുകയും ചെയ്തു എന്നുള്ളതാണ് അനുഭവം, ഐതിഹ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹനുമാൻ ഇവിടെ പ്രത്യേക പ്രതിഷ്ഠ ഇല്ല, സങ്കല്പേ ഉള്ളൂ. ഇവിടുത്തെ പ്രതിഷ്ഠ നരസിംഹമൂർത്തി തന്നെയാണ്. പിന്നെ ഇവിടെ അതുപോലെ ഉപദേവന്മാരായിട്ട് ഇവിടെ ഗണപതി, ഭഗവതി, അയ്യപ്പൻ. പിന്നെ വിദ്യാരംഭ ദിവസങ്ങൾ, വിജയദശമി ദിവസങ്ങളിൽ സരസ്വതിയുടെ ഫോട്ടോ വെച്ചിട്ട് ആരാധിക്കും. അത്രേ ഉള്ളൂ. ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ എന്തൊക്കെയാ? ആഘോഷം ഒന്ന് ഈ ധനുമാസത്തിൽ തിരുവോണത്തിന് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. പിന്നെ വിദ്യാരംഭം, ഏറ്റവും കൂടുതൽ 500-ലധികം കുട്ടികൾ എഴുത്തിനിരുത്താൻ എത്തുന്ന വിദ്യാരംഭമാണ് പ്രധാന വിജയദശമി നാളില്. ശ്രീകൃഷ്ണ ജയന്തി, അങ്ങനെയുള്ള മറ്റ് പിന്നെ നിറപുത്തിരി, കർക്കിടക മാസത്തിലെ രാമായണ പാരായണം, അങ്ങനെയുള്ള ഹിന്ദുമതത്തില് ചെയ്യുന്ന എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അമ്പലത്തില്. ചെയ്യുന്നുണ്ടല്ലേ? വിജയദശമി ദിവസമാണ് നമ്മളവിടെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതും കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്നുണ്ട്. കൂടുതൽ പേര് വരുന്നത് വിജയദശമി ദിവസമാണെന്ന് മാത്രം. അതാണ് പ്രധാന ഉത്സവമാണ് അമ്പലത്തിലെ പ്രധാന ആഘോഷം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ജനുവരി 2 മുതൽ 2025 ജനുവരി 2 മുതൽ 9 വരെയാണ് ഈ വർഷത്തെ ഉത്സവം. 2-ാം തീയതി കൊടിയേറി, 8-ാം തീയതി ആറോടുകൂടി അവസാനിക്കും. അന്ന് കഥകളി, നൃത്തനൃത്യങ്ങള്, മറ്റു എല്ലാ ക്ഷേത്ര കലകളായ ഓട്ടുന്നുള്ള ചാക്യാർകൂത്ത്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. ആനയില്ലാത്ത നരസിംഹമൂർത്തി ആയതുകൊണ്ടേ ആനയില്ല, തേരാണ്. തേരിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുക. ഒരു തേര തന്നെ ഉള്ളൂ. പിന്നെ ഇവിടേക്ക് ആളുകൾക്ക് വരാൻ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ, എറണാകുളം നിന്നൊക്കെ ആളുകൾ വരാറ് ഇവിടെ കാണുമ്പോ. അപ്പൊ ഇവിടേക്ക് വരാനുള്ള വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് മുണ്ടൂർ ചെർപ്പശ്ശേരി തൂത വഴി പെരിന്തൽമണ്ണയ്ക്കുള്ള സംസ്ഥാന പാതയില് തൂത ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ്. തൂതയിൽ നിന്ന് കരിങ്കലത്താണിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൂതയിൽ ഓട്ടോറിക്ഷ ഉണ്ട്, അല്ലെങ്കിൽ 2 കിലോമീറ്റർ സ്വന്തം വണ്ടിയിലാണ് ഞങ്ങൾ വരികയും ചെയ്യാം. മറ്റൊരു വഴിയുള്ളത് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ റൂട്ടില് കരിങ്കലത്താണി ജംഗ്ഷനിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ യാത്ര ചെയ്താല് നമുക്ക് ക്ഷേത്രത്തിലെത്താം.
ട്രെയിനിൽ വരികയാണെങ്കിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെരിന്തൽമണ്ണ എത്തി തൂത വഴി വരാം. അതല്ല വലിയ ട്രെയിനുകൾ നിർത്തുന്ന സ്ഥലമാണെങ്കിൽ ഒന്നുകിൽ ഷൊർണൂരോ പട്ടാമ്പി ഇറങ്ങിയിട്ടും വരാം. പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ കോഴിക്കോട് എയർപോർട്ടാണ് അടുത്ത എയർപോർട്ടുള്ളത്. ഇത് ബസ് റൂട്ട് ഉണ്ടോ? ബസ് റൂട്ട് ഉണ്ട്. അമ്പലത്തിന്റെ അവിടെ ഇതിന് മുന്നിൽ കൂടെ ബസ് റൂട്ട് ഉണ്ടോ? അമ്പലത്തിന്റെ അവിടെ ആൽത്തറ ജംഗ്ഷൻ, വാഴങ്കട ആൽത്തറ ജംഗ്ഷനിൽ ബസ് നിർത്തും. ചെർപ്പശ്ശേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും ബസ്സുകളുണ്ട്. ബസ്സുകളുണ്ട്. മണ്ണാർക്കാട് നിന്നുണ്ട്.